ഹലോ, വെൽക്കം ബാക്ക് ടു ടെക്കിട്രിക്സ്. പല എപ്പിസോഡുകളിലും നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി കമ്പ്യൂട്ടറിന് സീറോസ് ആൻഡ് വൺസ് മാത്രമേ അറിയുകയുള്ളൂ. അഥവാ കമ്പ്യൂട്ടർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് 0 ആൻഡ് 1, 0, 1 ഈ രണ്ട് സംഖ്യകൾ മാത്രം ആസ്പദമാക്കിയിട്ടാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ചിലർക്കൊക്കെ അതൊരു സംശയം ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ബൈനറി കോഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം. ഇടയ്ക്കൊരു കാര്യം പറയേണ്ടത്, നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ലൈക്ക് ബട്ടൺ, കമൻറ്റ്, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള തോന്നലായിരിക്കും, ഒരു സപ്പോർട്ടായിരിക്കും. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എന്നാൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് സമയത്തിന് കിട്ടും. ഓക്കെ. കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബൈനറി സിസ്റ്റത്തിലാണ്. ഈ ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ചിലർ ബൈനറി ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. ശരിക്കും ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് പറയാനാവില്ല. കാരണം ബൈനറി എന്ന് പറയുന്നത് വെറും ന്യൂമറിക് വാല്യൂസ് ആണ്, 0 ആൻഡ് 1. നമ്മൾ സാധാരണ നമ്മുടെ എണ്ണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 10 ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ, അല്ലെ, 0 മുതൽ 9 വരെയുള്ള ഒരു സംഖ്യാക്രമമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബൈനറിയിൽ അത് 0, 1 എന്നീ രണ്ട് വാല്യൂസ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്യുന്നത് വിവരങ്ങളാണ്, അഥവാ ഇൻഫർമേഷൻസ്. അതിനെ പല രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയും പല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കോടാനകോടി വിവരങ്ങൾ കമ്പ്യൂട്ടർ എങ്ങനെ ഈ ഒരു 1ഉം 0ഉം വെച്ച് കൈകാര്യം ചെയ്യുന്നു? എന്തുകൊണ്ട് കമ്പ്യൂട്ടറിന് കൂടുതൽ നമ്പറുകൾ അടങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൂടാ? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 0 മുതൽ 9 വരെയുള്ളത് പോലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ട് കമ്പ്യൂട്ടറിന് മാറിക്കൂടാ? ഈ രണ്ട് ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് മൈക്രോ ട്രാൻസിസ്റ്ററുകളെ ആധാരമാക്കിയാണ്. ദശലക്ഷക്കണക്കിന് മൈക്രോ ട്രാൻസിസ്റ്ററുകളാണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സറിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററുകൾ പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൊണ്ടാണെന്ന് നമുക്കറിയാം. വൈദ്യുതി അതിലേക്ക് ചെല്ലുമ്പോൾ അത് ഓൺ ആവുന്നു, വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയിൽ അത് ഓഫ് ആവുന്നു. ഇങ്ങനെ രണ്ട് അവസ്ഥയെ ഒരു ട്രാൻസിസ്റ്ററിന് ഉണ്ടാവുകയുള്ളൂ, ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. ഈ ഓൺ ഓഫിനെയാണ് 1 or 0 എന്ന ന്യൂമറിക് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണും. ട്രാൻസിസ്റ്ററിന് രണ്ട് വാല്യൂസ് മാത്രമേ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. എന്നാൽ സാധാരണ സംഖ്യാരീതിയിൽ 0 മുതൽ 9 വരെ 10 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന 0ഉം 1ഉം അല്ല കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു 1 എന്ന് ടൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ 0 എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കാണിച്ചു തരുന്ന 1ന്റെയും 0ത്തിന്റെയും കാര്യമല്ല ഈ പറയുന്നത്. ഒരു ട്രാൻസിസ്റ്ററിന്റെ വാല്യൂ, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന അതിന്റെ കോഡ്, അതിന്റെ മെഷീൻ കോഡ്, അതേക്കുറിച്ചാണ്, അതിന്റെ ന്യൂമറിക് വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന 0ഉം 1ഉം. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ രീതിയിൽ ഒരു 0 അല്ലെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം കമ്പ്യൂട്ടറിൽ അതിന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, നമ്മുടെ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 8 ഇതുപോലത്തെ ന്യൂമറിക് കോഡ് വേണം. അഥവാ ഒരു 0 അല്ലെങ്കിൽ ഒരു 1, അതിന് ഒരു ബിറ്റ് എന്നാ പറയാം. അത്തരം 8 ബിറ്റുകൾ ചേർന്നാലാണ് ഒരു ബൈറ്റ് ആവുന്നത്. ഇത് നമുക്ക് മറ്റൊരിക്കലും വിശദീകരിക്കേണ്ടതാണ്. ഈ ഒരു ബൈറ്റ് വേണം നമുക്ക് ഒരു അക്ഷരം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ഏതൊരു അക്ഷരമാവട്ടെ, ഏതൊരു നമ്പർ ആവട്ടെ, നമ്മൾ ഒരു കീബോർഡിൽ അമർത്തുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടണമെങ്കിൽ ഒരു ബൈറ്റ് വർക്ക് ചെയ്യണം. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്, അഥവാ 8 0 അല്ലെങ്കിൽ 1 ഇവകളുടെ മിശ്രിതമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു? ഇപ്പൊ ഇങ്ങനെ ഒരു അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ കാര്യം ഇതാണെങ്കിൽ, നമ്മളൊരു മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ എത്ര ലക്ഷം ബൈനറി കോഡുകൾ ഉണ്ടായിരിക്കും? അത് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ്, ഒരു പേജ് ടെക്സ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ബൈനറി കോഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എന്നൊന്ന് ചിന്തിച്ചു നോക്കും. അതെങ്ങനെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പരിശോധിക്കാനുള്ളത്. അപ്പോൾ ഈ ബൈനറി കോഡിൻ്റെ കാൽക്കുലേഷൻ, ഈ ബൈനറി കോഡ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ സാധാരണ ഗണിത സംഖ്യാക്രമത്തിൽ നമ്മൾ 10ന്റെ ഗുണിതങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ വലതുനിന്ന് ഇടത്തോട്ട് എണ്ണുമല്ലോ, ഒറ്റ, 10, 100, 1000, 10000. ഇവ ശരിക്കും 10ന്റെ ഗുണിതങ്ങളാണ്. 1 × 10 ആണ് 10, 10 × 10 ആണ് 100, 10 × 100 ആണ് 1000, 10 × 1000 ആണ് 10000. അങ്ങനെ പോകുന്നു. അത് നമുക്ക് അറിയുന്നതാണ്, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ
കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളെ അടിസ്ഥാന ഗണിതത്തിലെ ഈ ഒരു രീതി തന്നെയാണ് ബൈനറിയിലും ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് 10 വാല്യൂസ് ഉണ്ട്, 0 മുതൽ 9 വരെ. ഈ 9 കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 0 റിപ്പീറ്റ് ചെയ്യുന്നു, പ്ലസ് നമ്മൾ ഇടതുവശത്ത് ഒരു 1 ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 10 സംഖ്യകളുണ്ട്, എന്നാൽ ബൈനറിയിൽ നമുക്ക് ആകെ 2 സംഖ്യയുള്ളൂ, 0 and 1. അപ്പോൾ ഈ 2 സംഖ്യ മാത്രമായതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഈ 2 കഴിഞ്ഞാൽ നമ്മൾ മറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇടതുവശത്ത് ഒരു സംഖ്യ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് സാധാരണ ന്യൂമറിക്കൽ നമ്മൾ 10ന്റെ ഗുണിതങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 2ന്റെ ഗുണിതങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1, 2, 4, 8, 16, 32, 64 അങ്ങനെ 2ന്റെ ഗുണിതങ്ങൾ ആ രീതിയിലാണ് പോവുക. മറ്റേ നമ്മൾ 1, 10, 100, 1000 അങ്ങനെ പോകുന്നത് ഇവിടെ ഈ രീതിയിലാണ്. അതാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. ഇത് നോക്കൂ, 100,110. ഇതിൻ്റെ മൂല്യം എത്രയാണെന്ന് നമുക്കത് കണക്കാക്കി നോക്കാം. ഇതിൻ്റെ പൊസിഷൻ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 1, 2, 4, 8, 16, 32. മനസ്സിലായില്ലേ? ഓരോരോ സംഖ്യയുടെ പൊസിഷൻ അതാണ്. ഇതിൽ 6 ഡിജിറ്റാണുള്ളത്. നമ്മളിപ്പോൾ ഈ ഉദാഹരണത്തിന് എടുത്തിരിക്കുന്ന ഇതിൽ 6 ബിറ്റ് കോഡാണ്. ഇതിൽ 6 ബിറ്റാണുള്ളത്. അപ്പോൾ ഇതിൽ 1s എല്ലാം വാല്യൂ കണക്കാക്കാവുന്നതും 0ക്ക് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും വലത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ 1 ആ 1ൻ്റെ നേരെ വന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 32. നെക്സ്റ്റ് 0 ആണ് 16ൻ്റെ സ്ഥാനത്ത്, അവിടെ വാല്യൂ ഇല്ല. അടുത്ത 0 8ൻ്റെ സ്ഥാനത്ത്, അതിന് വാല്യൂ ഇല്ല. അടുത്തത് 1 അവിടെ 4, അതിനടുത്തത് 1 അതിൻ്റെ വാല്യൂ 2, പിന്നെ ഉള്ളത് 0 അതിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കിയാൽ 32 + 4 + 2 അഥവാ 38. അപ്പോൾ 100,110 എന്ന 6 ബിറ്റ് ബൈനറി കോഡിൻ്റെ വാല്യൂ 38. ഇനി നമുക്ക് നോക്കേണ്ടത്, ഒരു ന്യൂമറിക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ 41 അത് നമുക്ക് ബൈനറി കോഡിലേക്ക് എങ്ങനെ മാറ്റാം. 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്നും ഒരു ബൈറ്റിൻ്റെ ഓരോ ബൈനറിയുടെയും വാല്യൂ എന്താണെന്നും നമുക്കറിയാം. അത് നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് പരിശോധിച്ചാൽ 1, 2, 4, 8, 16, 32, 64 and 128. ഒരു ബൈറ്റിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ്, അഥവാ 256. നമുക്കിവിടെ തന്നിട്ടുള്ള സംഖ്യ 41 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 41ന് താഴെയുള്ള ബൈനറി വാല്യൂസിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കുക. അതിന് മേലേക്കുള്ള സംഖ്യ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് 64നെയും 128നെയും നമുക്ക് അവഗണിക്കാം. കാരണം അവ രണ്ടും 41നേക്കാൾ വലുതാണ്. നമുക്ക് 32 ആണ് 41ന് താഴെയുള്ള ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് പോകുന്നതിന് പകരം ഇടത്ത് നിന്ന് വലത്തോട്ടാണ് വരിക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് 41 ആണ്. ഈ 41ൻ്റെ ബൈനറി നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 41നോട് ഈക്വൽ ടു ഓർ ലെസ് ദാൻ, അതായത് 41ന് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിന് താഴെയോ നിൽക്കുന്ന ബൈനറി വാല്യൂ ഏതാണെന്ന് പരിശോധിക്കുക. 8 ബിറ്റാണല്ലോ ഒരു ബൈറ്റ്. അപ്പോൾ ഈ 8 ബിറ്റിനുള്ള വാല്യൂസാണ് നമ്മൾ സാധാരണ അടിസ്ഥാനമായിട്ട് എടുക്കാറുള്ളത്. അത് 1 to 128. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്നത് 32 ആണ്. കാരണം 32 കഴിഞ്ഞാൽ പിന്നെ 64 ആണ്. 64 41നേക്കാൾ മേലെ നിൽക്കുന്നതാണ്. 64ഉം 128ഉം എന്താണ്, 41ന് മേലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് രണ്ടിനെയും നമുക്ക് അവഗണിക്കാം. 128ഉം വേണ്ട, 64ഉം വേണ്ട. പിന്നെ കിട്ടുന്നത് 32 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഖ്യയുടെ ബൈനറി കണ്ടെത്താൻ ഈ രീതിയിൽ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾക്ക് ബൈനറി കണ്ടെത്തേണ്ട സംഖ്യയുടെ താഴെ നിൽക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ബൈനറി വാല്യൂ കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ 41ൻ്റെ താഴെ നിൽക്കുന്നത് 32. ശരി, ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ 41ൽ നിന്ന് ബൈനറിയിലെ അതിൻ്റെ താഴെ നിൽക്കുന്ന ഹയസ്റ്റ് വാല്യൂ ആയ 32, അപ്പോൾ നമ്മൾ 41ൽ നിന്നും 32 മൈനസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയാണ് കുറക്കുന്നത്. അപ്പോൾ എന്തായാലും ശിഷ്ടം ഉണ്ടായിരിക്കും. 32ൻ്റെ സ്ഥാനത്തെ വാല്യൂ കൂടുതലായിരുന്നത് കൊണ്ട് അവിടെ അതിൻ്റെ ബൈനറി 1 എന്ന് അടയാളപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് 41ൻ്റെ സ്ഥാനത്തുള്ളത് 9 ആണ്. കാരണം അതിൽ നിന്ന് നമ്മൾ 32 മൈനസ് ചെയ്തു, ബാക്കിയുള്ളത് 9 ആണ്. 32ൻ്റെ അടുത്ത ബൈനറി പൊസിഷൻ ഉള്ളത് 16 ആണ്. 16 എന്നുള്ളത് 9ലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ ബൈനറി 0 എന്ന് കൊടുത്തു. കാരണം പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെ വാല്യൂവിലും താഴെയുള്ള സംഖ്യയാണ് നമ്മൾ പരിഗണിക്കുക. ഇനി അടുത്ത സംഖ്യ നമുക്ക് കിട്ടുന്നത് ബൈനറി പൊസിഷനിൽ കിടക്കുന്നത് 8 ആണ്.
നമ്മുടെ കയ്യിൽ 9 ഉണ്ട്. അപ്പോൾ എന്തായാലും 8ലും മേലെയാണ് 9. നമുക്ക് 9ൽ നിന്ന് 8 മൈനസ് ചെയ്യാം. 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 അവിടെ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 8ൻ്റെ ബൈനറി വാല്യൂ 1 എന്നായി. 8ൻ്റെ ബൈനറി വാല്യൂ 1 ആയി. ബാലൻസ് ഇനി നമുക്ക് ആകെയുള്ളത് 1 ആണ്. കാരണം നമ്മൾ 9ൽ നിന്ന് 8 കുറച്ചപ്പോൾ അതിൻ്റെ ശിഷ്ടം 1 ആണ്. അപ്പോൾ അടുത്ത വാല്യൂ 4. 4 1നേക്കാൾ വലുതായതുകൊണ്ട് അവിടെ ബൈനറി 0 ആയി. അത് കഴിഞ്ഞാൽ 2. 2നും 0 ആണ് ബൈനറി വാല്യൂ വരിക, കാരണം 1നേക്കാൾ കൂടുതലാണ് 2. അതേസമയം ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ 1 ഈക്വൽ ആയതുകൊണ്ട് അവിടെയും വാല്യൂ 1 എന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ വാല്യൂ 41ൻ്റെ നമ്മുടെ ബൈനറി കോഡ് വന്നിട്ട് ഇതാണ് 101001. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനറി കോഡിനെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. ഇത് ബൈനറി കോഡിൻ്റെ മുഴുവൻ കാര്യങ്ങളായി എന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബൈനറി കോഡ്, നമ്മളൊരു ന്യൂമറിക് വാല്യൂ, ഒരു സാധാരണ ഒരു സംഖ്യ നമ്മൾ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. അത് തന്നെ വേറെയും മാർഗങ്ങളിൽ ചെയ്യാം. തന്നെയല്ല, നമ്മളിപ്പോൾ ഇത്രയും വലിയ ഡാറ്റകൾ എങ്ങനെയാണ് ഈ ഒരു ബൈറ്റിൽ ഒതുക്കി എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് വേറെ മാർഗങ്ങളുണ്ടോ? അതുപോലെ നമ്മുടെ ഈ 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന കുറേ ടേംസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. തൽക്കാലം നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനിയൊരു അവസരത്തിൽ നമുക്ക് അതേക്കുറിച്ച് വീണ്ടും പറയാം. ഇനിയും കാണുന്നത് വരെ ഗുഡ് ബൈ.